ചിന്നക്കനാൽ കൊളുക്കുമല ടൂറിസം മേഖലയിലെ ജീപ്പ് സഫാരി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലേക്ക് മാറിയതോടെ കഴിഞ്ഞ 10 ദിവസമായി സഫാരി നടത്തിയ ജീപ്പ് ഡ്രൈവർമാർക്ക് പ്രതിഫലം ലഭിക്കാത്തത് വലിയ വിവാദമായി മാറുന്നു. ടൂറിസം സീസണിടെ വരുമാനം നിലച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇതേസമയം പ്രശ്നം പരിഹരിച്ചതായും ഇന്നത്തോടെ പൂർണ്ണമായും ഡ്രൈവർമാർക്കുള്ള തുക കൈമാറുമെന്നും DTPC അധികൃതരും അറിയിച്ചു. ചിന്നക്കനാൽ കൊളുക്കുമല ടൂറിസം മേഖലയിലെ ജീപ്പ് സഫാരിയെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസമായി സഫാരി നടത്തിയ ജീപ്പ് ഡ്രൈവർമാർക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന പരാതികൾ ഉയർന്നിരുന്നു. ഇതോടെ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ദിവസേന നിരവധി വിനോദസഞ്ചാരികളാണ് കൊളുക്കുമലയിലേക്ക് എത്തുന്നത്. ഇവരുടെ യാത്ര മുഴുവനായും പ്രദേശത്തെ ജീപ്പ് ഡ്രൈവർമാരെ ആശ്രയിച്ചാണ് നടക്കുന്നത്. എന്നാൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ സഫാരിയുടെ തുക നേരിട്ട് ഡ്രൈവർമാർക്ക് കൈമാറാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് പ്രതിഷേധ സ്വരം ശക്തമായത്. അതുകൊണ്ട് നമുക്ക് കളക്ടറിന്റെ അടുത്തും TTPC കൗണ്ടറിലേക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നോട്ട് ആരും പോകുന്നില്ല. അത് കറക്റ്റായിട്ട് രീതിയിൽ പറഞ്ഞു തരുന്നില്ല. അവർ പൈസയുടെ കാര്യം ചോദിച്ചാലും ഒരു റെസ്പോൺസ് ഇല്ല. പിന്നെ പോരാത്തിന് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കഞ്ഞുകുടിയ കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും ഡീസൽ അടിക്കാനും വണ്ടി പണിക്കിട്ടാലും വർഷാപ്പിൽ പൈസ കൊടുക്കാനും ഒരു കാര്യവും നടത്തുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ ഓൺലൈനിൽ വരുന്ന ഗസ്റ്റുകൾ ഒരു വണ്ടിക്ക് 2-3 ബുക്കിംഗ് ഒക്കെയാണ് നടത്തുന്നത്. അത് മാത്രമല്ല രാവിലെ വന്നിട്ട് ഇവിടെ ഓൺലൈനിൽ നിന്നിട്ട് ഒരു വണ്ടിക്ക് 3-4 ഗസ്റ്റുകൾ ബുക്കിംഗ് ചെയ്തിട്ട് ഇവിടെ ഭയങ്കര ബഹളമൊക്കെ നടക്കുന്നത്. അതിന് പുറകിൽ നടക്കാനും പറ്റുന്നില്ല. കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. വിഷയത്തിൽ വിശദീകരണവുമായി DTPC അധികൃതർ രംഗത്തെത്തി. ഇന്നലെയും ഇന്നുമായി ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടിശ്ശിക തുകയും ഡ്രൈവർമാർക്ക് നൽകി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.